ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വ്ലോഗാണ് കേട്ടോ. ഞാൻ രാവിലെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റ് ചോറും കറികളൊക്കെ വെച്ചു. അപ്പോൾ അതിന് ശേഷമാണ് എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. പീലിക്ക് ഇന്ന് നഴ്സറി ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്കും നഴ്സറിയിൽ പോകണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ലോഗ് എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ റൂമിലോട്ട് വന്നിട്ട് ബെഡൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ചു കേട്ടോ. ഷീറ്റും എല്ലാം വാരി വലിച്ചിട്ടേക്കാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി നമ്മളെ റൂം ബെഡൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോകാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ സമയത്തൊക്കെ പീൽ എൻ്റെ കൂടെ ഉണ്ട്. കാരണം നമുക്ക് നേഴ്സറിലും കൂടെ പോകാത്തതുകൊണ്ട് എൻ്റെ പിറകേ തന്നെയാണ്. അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ചു. പിന്നെ നാളത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിടാണ് കേട്ടോ. പീലിക്ക് ദോശയെക്കാളും കൂടുതൽ ഇഷ്ടം ഇഡ്ഡലിയാണ്. പക്ഷേ ഇഡ്ഡലിയുടെ പാത്രം കഴുകുന്ന മെനക്കേട് ആലോചിക്കുമ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അവൾ ദോശയാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിലും കഴിച്ചോളും. പക്ഷേ ഇഡ്ഡലിയും സാമ്പാറാണ് കൂടുതലിഷ്ടം. അങ്ങനെ ഞാനൊരു 3-4 വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി നമ്മുടെ അരി ഉഴുന്നും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരി ഉഴുന്നിട്ട വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതാണ് നല്ലത് കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ കഴുകിയിട്ടേക്കുന്ന വെള്ളമല്ലേ, അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അടുക്കളയുടെ സ്ലാബൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് എന്നും ഇങ്ങനെ സ്ലാബൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ അടുക്കള നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ തുടച്ചുകൊണ്ട സമയത്ത് ഒരു ടെയിൽ ഇളകിയിരിക്കുന്ന ഭാഗം ഉണ്ടായിരുന്നു അടുക്കളയിൽ. അപ്പോൾ അതിൽ കയറി എൻ്റെ കൈ നന്നായിട്ടൊന്ന് കീറി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ആക്ഷൻ കൂടി ഇട്ടതുകൊണ്ടാണ് പീലി ഭയങ്കര കരച്ചിലായിരുന്നു, പാവം. കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് ഭയങ്കര വേദനയായിരുന്നു. കുറച്ച് ബ്ലഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രശ്നമൊന്നുമില്ല, അത് എന്തായാലും പൊയ്ക്കോളും. പിന്നെ ഞാൻ ആദ്യം കുറച്ച് ആക്ഷൻ ഇട്ടെങ്കിൽ പിന്നെ അവളുടെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് വിഷമമായി കേട്ടോ. അപ്പോൾ ഞാനും അവളെടുത്ത് പറഞ്ഞ് പെട്ടെന്ന് കുറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സംഭവം എൻ്റെ കൈ മുറിഞ്ഞപ്പോൾ നന്നായിട്ട് പേടിച്ചു പോയി. പക്ഷെ എനിക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ. ആ ടെയിലിൻ്റെ ഒരു സൈഡ് കയറി ഇങ്ങനെ കൊണ്ടുപോയി കോർത്തിരിക്കുന്ന ഭാഗം നല്ല വേദന ഉണ്ട്. ഇച്ചിരി ഒന്ന് കീറിപ്പോയി. സാരമില്ല, അത് നമുക്ക് സെറ്റാവും. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കുറവുണ്ട്, വേദന കുറവുണ്ട്. കുഴപ്പമില്ല, ഇപ്പം വേദനയൊന്നുമില്ല. അത് ആയ സമയത്ത് ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, സെറ്റായി. പീലി പക്ഷെ നന്നായിട്ട് പേടിച്ചു. ഞാൻ കാണിക്കുന്ന ആക്ഷനെ കണ്ടിട്ട് ഞാൻ അവൾ പേടിപ്പിക്കൊണ്ട് ചെറിയൊരു ആക്ഷനൊക്കെ ഇട്ടതാണ്. പക്ഷേ അവളത് പേടിച്ചു. ഈ ഒരു സംഭവത്തിൽ ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ നല്ല കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് കേട്ടോ. എന്തായാലും ഇവിടെ ഇങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്തെന്തോ നമ്മൾ പണ്ട് ചുമയ്ക്കൊക്കെ ഒരു അസ്താലിൽ നിന്ന് പറഞ്ഞൊരു മരുന്ന് കുടിക്കായിരുന്നു. എത്ര പേര് കുടിച്ചോണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിപ്പോഴും ഉണ്ടോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു മരുന്നിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് കുടിക്കുമ്പോൾ എനിക്ക് ആ ഒരു മരുന്നിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. പക്ഷെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എനിക്ക് ക്ലീൻ ചെയ്യണം വീടൊക്കെ ഫുള്ള്. പിന്നെ ഡ്രസ്സൊക്കെ ഇന്നലെ ഞാൻ വൈകിട്ട് കഴുകിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഡ്രസ്സൊന്നും കഴുകിയിടാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ചോറും കറികളൊക്കെ രാവിലെ വെച്ചതുകൊണ്ട് തന്നെ ആ ജോലിയും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ക്ലീൻ ആക്കാമെന്ന്. വീട് ഫുള്ളൊന്ന് ക്ലീനാക്കി തൂത്തുവാരി തുടയ്ക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. ഇനി നമുക്ക് ഈ സ്ലാബിൻ്റെ അടിയിലൊക്കെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വൃത്തിയാക്കി സ്ലാബിൻ്റെ അടിഭാഗം ഫുള്ള് ക്ലീൻ ആക്കി എടുക്കണം. നമുക്ക് ആദ്യം പാത്രങ്ങളൊക്കെ എല്ലാം മാറ്റണം. പിന്നെ കുറച്ച് സാധനങ്ങൾ പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചെയ്യാം. നമുക്ക് സ്ലാബിൻ്റെ അടിയിരിക്കുന്ന പാത്രങ്ങളെല്ലാം ആദ്യം ഒന്ന് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അതിനകത്തിരിക്കുന്ന കുറച്ച് സാധനങ്ങളെല്ലാം ബക്കറ്റിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം കേട്ടോ. എല്ലാം ഒരു മെസ്സായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മാവും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ബക്കറ്റിലോട്ടൊക്കെ ആക്കിയിട്ട് അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ ആക്കി വയ്ക്കുകയാണ് കേട്ടോ. കുറേ നേരത്തെ പണിയാണ് നിങ്ങളിങ്ങനെ സ്പീഡാக കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പീലി ആ ബക്കറ്റിൻ്റെ വണ്ടി കയറും, വീണ്ടും സ്ലാബിൻ്റെ വണ്ടി കയറും. അവർക്ക് ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താട്ടോ. നമുക്കിനി വീട് ഫുള്ളൊന്ന് തൂത്ത് വാരി വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ അടുക്കള ഓൾറെഡി തൂത്ത് വാരിയിട്ടുണ്ടായിരുന്നു. കാരണം പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചപ്പോൾ അവിടെ ഫുള്ളൊന്ന് മെസ്സായിരുന്നു. അപ്പോൾ ഞാനത് തൂത്ത് വാരി. ഇനി നമുക്ക് നമ്മുടെ റൂമും ഹോളും എല്ലാം ഒന്ന് വൃത്തിയാക്കി തൂത്ത് വാരാം.
അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ അതൊക്കെ കഴിഞ്ഞ ശേഷം പീലിയെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. അങ്ങനെ അവൾക്ക് തലയൊക്കെ കോതി കൊടുത്തു, അവളൊന്ന് വൃത്തിയാക്കി. ഞാൻ രാവിലെ ഒന്നും കുളിപ്പിക്കും, അവളെ തല കുളിപ്പിക്കും, വൈകിട്ട് മേലെ എഴുകാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവൾ ഹായൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളുടെ നെയിലൊക്കെ വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. കൈയിലെയും കാലിലേക്ക് കുറച്ച് പെട്ടെന്ന് അവളുടെ നെയിൽസ് വളരും, അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊടുക്കാറുണ്ട്. അപ്പം ഇത് കുറച്ച് അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്, അപ്പം ഞാനത് വെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് പീലിക്ക് ചോറ് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുളിപ്പിച്ചിട്ടൊക്കെ വന്നിട്ട് ചോറ് കൊടുത്തിട്ടുള്ള ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഒരു മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടെ. ചോറ് കൊടുത്തിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ ചോറൊക്കെ കൊടുത്തിട്ട് അവളെ ഉറക്കി കുറച്ച് നേരം ഞാനും അവളെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോട്ടെ. എന്നിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അവൾ വന്ന് ചോറ് കഴിച്ച് കുറച്ച് തീരാറായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾ എണീച്ച് വന്നത്. അപ്പോൾ കുറേ നേരമൊക്കെ ഉറക്കത്തിൻ്റെ ഒരു ഇതിൽ എൻ്റെ മടിയിലൊക്കെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾ റെഡിയായി കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പീലിക്ക് കുറച്ച് എഴുതാനൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. ABCD ഒക്കെ കുറച്ചൊക്കെ അവളിങ്ങനെ എഴുതുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് സമയം ഞാൻ എഴുതിപ്പിക്കില്ല കേട്ടോ. കുറച്ച് സമയം അവൾക്കൊരു ഇൻട്രസ്റ്റ് വരുന്നവരെ എഴുതിപ്പിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ റൂം ഫുൾ നന്നായി തൂത്ത് വരുതല്ലേ. അപ്പോൾ ഞാൻ വൈകിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വിചാരിച്ചു. അപ്പോൾ എല്ലാ സ്ഥലവും തുടച്ച് വൃത്തിയാക്കിയിട്ട് പീലിക്ക് തണ്ണിമത്തം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ അവൾക്കത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരി ഉഴുന്നുവെന്ന് നമുക്ക് ആട്ടി വയ്ക്കാം നാളത്തേക്ക്. അങ്ങനെ അതെല്ലാം ആട്ടി സെറ്റാക്കി. പിന്നെ വൈകിട്ട് ചേട്ടന് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൂരിക്കുള്ള മാവ് ഞാൻ ഉപ്പും പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയാണ് കുറച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ആദ്യം ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ മിക്സിയിലെ ചെറിയ ജാറുണ്ടല്ലോ അതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കുഴച്ച് വയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്തിട്ട് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് കറിക്കേണ്ടുള്ള ഉള്ളിയും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ചേട്ടൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ, അപ്പോൾ അത് ഒരുപാട് താമസം വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിനുള്ളതൊക്കെ അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു. ഇനി നമുക്ക് വൈകിട്ട് ചായക്ക് വയ്ക്കാം. അപ്പോൾ ഞാൻ ചായക്ക് വെച്ചു കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് വന്നിട്ടാണ് ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിക്കാൻ നേരത്ത് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ യൂണിബിക്കിൻ്റെ ബട്ടർ കുക്കീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് പിന്നെ പീലിക്ക് ക്രീം ബിസ്ക്കറ്റാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ കഴിക്കുള്ളൂ, ക്രീം മാത്രമേ കഴിക്കുള്ളൂ, ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കില്ല. അങ്ങനെ നമ്മുടെ വ്ളോഗ് അത് ഇവിടെ അവസാനിക്കാൻ പോകുന്നുണ്ട്. ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.